ഹലോ, ഇന്ന് 20 ജനുവരി 2025. അപ്പം ഇന്നത്തെ മെയിൻ ന്യൂസ് എല്ലാവർക്കും അറിയാമല്ലോ. ഗ്രീഷ്മ അവള് കാട്ടിക്കൂട്ടിയ ഓരോ സംഗതികൾ. ഞാൻ ശരിക്കും ഇന്നത്തെ കോടതി വിധിയിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് അവർക്ക് ജീവപര്യന്തം അല്ലെങ്കിൽ 10 years അങ്ങനെ വല്ലതുമായിരിക്കും കിട്ടുക എന്നാണ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ഓഫീസിലേക്ക് നടക്കുകയാണേ, 5 കിലോമീറ്ററാണ് നടക്കാനുള്ളത്. ഏകദേശം 1.25 മണിക്കൂറിനുള്ളിൽ എത്തും. ഇതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് ഒന്നാമത് മാറിയത്. കാരണം നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ ഫിനാൻഷ്യൽ സംഗതികൾ, ടാക്സും കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാലും നമുക്ക് ചിലപ്പോൾ GCCന്ന് കിട്ടുന്ന അധിക എമൗണ്ടൊന്നും കിട്ടില്ല. പക്ഷേ ഇങ്ങനെയുള്ള ഓരോ നമ്മൾ പറയില്ല, ചിലത് പ്രകൃതി തന്നെ കനിയുന്ന ഓരോ സംഗതികൾ, അതൊക്കെയാണ് അതുകൊണ്ടൊക്കെയാണ് ഇവിടെ എത്തിപ്പെട്ടത്. പക്ഷെ എപ്പോഴും ഫൈനലി നാട്ടിലേക്ക് തിരിച്ചെത്തുക തന്നെയാണ് ആഗ്രഹം. കുറച്ച് പൈസ ഉണ്ടെങ്കിൽ, കുറേ പൈസ ഉണ്ടെങ്കിൽ എപ്പോഴും നാട്ടിൽ അടിച്ചു പൊളിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ ഒരു രസം മറ്റൊന്നിനും കിട്ടില്ല. കാരണം നമ്മുടെ ഇന്ത്യ നാടൊക്കെ വളരെ അനുഗ്രഹീതമാണ്. ഫസ്റ്റ് നമ്മൾ ഇന്ത്യയാണ് കാണേണ്ടത് വേറെ എവിടേക്കെങ്കിലും പോകുമ്പോൾ. ചിലപ്പോൾ മുടി ആകെ തണുക്കും കേട്ടോ. പിന്നെ ഈ കുറച്ച് തണുപ്പുണ്ട്. -12 ഇപ്പോഴുള്ള ഡിഗ്രി. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഗ്രീഷ്മയുടെ വിധി. ഞാൻ ശരിക്കും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് കോടതി ജീവപര്യന്തം അല്ലെങ്കിൽ 10 വർഷത്തിനൊക്കെ വിധിക്കുന്നതാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം അവൾ ഇതെല്ലാം പഠിക്കുന്ന കുട്ടിയായതുകൊണ്ടും അവൾ പഠനം തുടരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു 10 വർഷത്തേക്കൊക്കെ ആയിരിക്കും. പക്ഷേ ഇന്നത്തെ കോടതി വിധി ഏറെ സന്തോഷമുളവാക്കുന്നതായിരുന്നു. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അറിയല്ലോ, ചെറിയ തെന്നൽ വരുന്നുണ്ട്, ശ്രദ്ധിക്കണം. കാരണം ആരും ഇങ്ങനെയുള്ള ഇൻറ്റൻഷനിൽ